നല്ല ചൂട് സമോസ ആണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. നിങ്ങളെ കൊതിപ്പിക്കുകയൊന്നുമല്ല കേട്ടോ. എളുപ്പം സമോസ ഉണ്ടാക്കാനുള്ള പരിപാടി കാണിച്ചു തരട്ടെ. സമോസയോ ഇനി മുട്ട പപ്സ് പോലെ പപ്സ് രീതിയിലോ എങ്ങനെ വേണേലും ചെയ്യാമേ. നമുക്ക് സമോസ ഷീറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമോ സമോസ ഷീറ്റ് ഉണ്ടാക്കേണ്ട കാര്യമോ ഒന്നുമില്ല. ഈ രീതിയിൽ സമോസ ഉണ്ടാക്കിയെടുക്കാൻ കാണിച്ചു തരാമേ. ഞാനിവിടെ ഒരു പാൻ ചെറുതായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കലക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അരക്കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, അരക്കപ്പ് പാല്, അല്പം ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചതാണ്, കലക്കി വെച്ചതാണ്. അതിനകത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കലങ്ങി കിട്ടണം, വെള്ളം പോലെ ആകണം. എത്രയും ലൂസായിട്ട് കലക്കിയെടുക്കാവോ അത്രയും ലൂസാക്കി കലക്കിയെടുക്കാം. ഇപ്പോൾ പാല് പോരാന്ന് വരിയിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് ഇതുപോലെ അധികം ചൂടാകാത്ത പാനിലോട്ട് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് വട്ടം കറക്കി കഴിയുമ്പോൾ നല്ലതായിട്ട് അത് ഇളകി വരുന്ന പോലെ കിട്ടും. അധികം സമയം വയ്ക്കേണ്ട. എന്നിട്ട് ഈ മസാല എന്ന് പറഞ്ഞാൽ ഉള്ളി ഇഞ്ചിയും കൂടെ വഴറ്റിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും മാത്രം ഇട്ടെടുത്ത മസാലയാണ്. മുട്ട ഇതുപോലെ മുറിച്ചും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. മടങ്ങി അവിടെ ഇരുന്നോളൂ, ഊരി പോകുമെന്നൊന്നും ഓർക്കണ്ട കേട്ടോ. ഇളകി പോകത്തൊന്നുമില്ല, ഇത് ഒട്ടി തന്നെ ഇങ്ങനെ ഇരുന്നോളൂ. ഞാനിപ്പം മുട്ട വെച്ചു, നിങ്ങൾക്കിപ്പം പൊട്ടറ്റോ ഒക്കെ വയ്ക്കാനോ താല്പര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ബീഫോ അങ്ങനെ എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും വയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യം അതേ രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ അഴിഞ്ഞു പോകാത്ത രീതിയിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാനിപ്പോൾ ഏകദേശം സമോസയുടെ ഷേപ്പിലൊക്കെ ഇത് ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ ആ രീതിയിൽ ചുമ്മാ അത് റോളാക്കി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആ രീതിയിൽ ഇതൊന്ന് മടക്കി എടുത്തിട്ട് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നല്ലതാണ്, നമുക്ക് സമോസ ഷീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. നല്ല മുരിഞ്ഞ് കിട്ടും കേട്ടോ. ഇതിനകത്ത് എണ്ണ കയറുവാന്നൊന്നും ഉള്ള ഒരു കാര്യം വരത്തില്ല, ഇത് ഒട്ടി തന്നെ ഇരുന്നോളൂ. അപ്പം നിങ്ങൾക്ക് എത്ര സമോസ വേണേലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട പപ്സ് പോലെ ആയാലും ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, സമോസയുടെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്താൽ ഇതുപോലെ ഒന്ന്, അഥവാ ഇച്ചിരി തുറന്നിരിക്കുന്ന പോലെ തോന്നിയാൽ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ്സാക്കി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒത്തിരി ഓയിൽ വേണമെന്നൊന്നുമില്ല, ഒരു സൈഡ് മൂടി കിടന്നാലും മതി. എന്നിട്ട് ഓയിലിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നല്ല ഇതുപോലത്തെ ഒരു കളറ് വരുമ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. നമ്മൾ അന്നേരം ചൂടോട് കഴിക്കുവാണെങ്കിൽ, സാധാരണ സമോസ ഒക്കെ കഴിക്കുമ്പോൾ എങ്ങനെ ചൂടോട് പപ്സൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ല പൊടിഞ്ഞ് കിട്ടുമല്ലേ, അതേ രീതിയിൽ കിട്ടും. പിന്നെ തണുത്ത് കഴിയുമ്പോൾ സാധാരണ സമോസ ഒക്കെ തണുത്ത് എങ്ങനെ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും. കണ്ടോ, ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിനുള്ളിൽ എന്ത് ഫില്ലിങ് വെക്കുന്നു ആ രീതിയിൽ ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.